ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് തന്നെ കൊടുത്തിരിക്കുന്ന മെയിൻ ബസ് റൂട്ട് തന്നെ വരുന്ന മെയിൻ റോഡിന് തൊട്ടടുത്തായി നിർമ്മിച്ച ഒരു സ്റ്റൈലിഷ് മോഡേൺ 4 BHK വീടാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. വീടിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് അറിയുന്നതിനായി വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാണാൻ കഴിയുന്നത് പോലെ ഒരു മോഡേൺ ബോക്സ് ടൈപ്പ് കണ്ടംപററി ഡിസൈനിൽ നിർമ്മിച്ച ഒരു അടിപൊളി 4 BHK വീട് തന്നെയാണ് ഇന്ന് സെയിലിന് വന്നിട്ടുള്ളത്. വീട് വരെയും 5 മീറ്റർ വീതിയുള്ള ടാർ റോഡ് തന്നെ അവൈലബിൾ ആണ്. മെയിൻ ബസ് റൂട്ട് തന്നെ വരുന്ന മെയിൻ റോഡിൽ നിന്നും ജസ്റ്റ് ഒരു 20-30 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട് വരെയുള്ള ദൂരം. തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം പൊറ്റയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും 9 കിലോമീറ്ററും ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും 13 കിലോമീറ്ററുമാണ് വീട് വരെയുള്ള ദൂരം. സ്കൂൾ, കോളേജസ്, ഹോസ്പിറ്റൽസ്, ഗ്രോസറീസ് എന്നിങ്ങനെ എല്ലാത്ത അത്യാവശ്യ സേവനങ്ങളും വീടിന് തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആണ്. ആദ്യമേ തന്നെ വിശാലമായ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് ഗേറ്റിലൂടെ കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല ഫുള്ളി ഇന്റർലോക്ഡ് ആയ മുറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 3-4 വലിയ കാറുകളും ബൈക്കുകളും ഒക്കെ പാർക്ക് ചെയ്യാൻ കഴിയുന്ന സ്പേസ് തന്നെ ഇവിടെ അവൈലബിൾ ആണ്. അതിനോടൊപ്പം മുറ്റത്ത് തന്നെ പല പൊസിഷൻസിലായി ഗാർഡനിങ് ഓർ പ്ലാന്റേഷൻ പ്രൊവിഷൻസ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. വാട്ടർ സോഴ്സസ് ആയി കിണറും പൈപ്പ് ലൈൻ കണക്ഷനും അവൈലബിൾ ആണ്. ഇനി ഇവിടെ കാണുന്നത് വീടിന്റെ ഫ്രണ്ടിലായി കൊടുത്തിട്ടുള്ള ആ ഒരു മോഡേൺ ഓപ്പൺ സിറ്റ് ഔട്ട് ഏരിയ ആണ്. ആവശ്യത്തിന് നല്ലൊരു സിറ്റിംഗ് ഏരിയ തന്നെ അറേഞ്ച് ചെയ്യാൻ കഴിയുന്ന സ്പേസ് തന്നെ ഇവിടെ അവൈലബിൾ ആണ്. അതിനോടൊപ്പം മറ്റ് ഡെക്കറേറ്റീവ് വർക്ക്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിൻ ഫ്രണ്ട് ഡോറിലൂടെ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു എൽ ഷേപ്ഡ് ഗ്രൗണ്ട് ഫ്ലോർ ഹോളിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇവിടെ തന്നെ ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും സെപ്പറേറ്റ് സ്പേസുകളായി തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ 2 സ്പേസുകൾക്കും അതിന്റേതായ ഇൻഡിവിജ്വൽ അട്രാക്റ്റീവ് ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിരിക്കുകയാണ്. ആദ്യമേ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലെ ലിവിംഗ് സ്പേസിലേക്ക് വന്നാൽ നല്ല വിശാലമായ ഒരു സിറ്റിംഗ് ഏരിയ സെറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേഷ്യസ് സ്പേസ് തന്നെയാണിത്. ഇവിടെ തന്നെ വോൾ മൗണ്ടഡ് ആയ ഒരു ടിവി യൂണിറ്റും 4 സീലിംഗ് ബോക്സും സാധനങ്ങളൊക്കെ ഷോക്കേസ് ചെയ്യാൻ കഴിയുന്ന ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഏകദേശം 14x12 ഫീറ്റ് ഡയമെൻഷനിലാണ് ഈ ഒരു സ്പേസ് മാത്രം ഒരുക്കിയിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നും ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന വഴി ഒരു കബോർഡ് വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണുന്ന വൈറ്റ് വിട്രിഫൈഡ് ടൈൽസ് തന്നെയാണ് വീടിന്റെ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസിലും യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൈനിങ് സ്പേസിന്റെ നേരെ മുകളിലായി സീലിംഗിൽ സീത്രൂ ഗ്ലാസും ഓപ്പണിംഗ്സും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം നാച്ചുറൽ ലൈറ്റ് തന്നെ ഇവിടേക്ക് ലഭിക്കും. ഡൈനിങ് സ്പേസ് ഏകദേശം 13x10 ഫീറ്റ് ഡയമെൻഷനിലാണ് ഒരുക്കിയിരിക്കുന്നത്. തീർത്തും അട്രാക്റ്റീവായി ഈ ഒരു സ്റ്റെയർ കേസിയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് വാഷിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് കാണുന്നതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു 4 BHK വീടിനുള്ളിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2 ബെഡ്റൂംസും കൊടുത്തിട്ടുണ്ട്. അതും നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂംസ് തന്നെയാണല്ല. ഈ ബെഡ്റൂമിന്റെ ഡയമെൻഷൻ എന്നത് ഏകദേശം 12x12 ഫീറ്റ് ആണ്. എല്ലാ ബെഡ്റൂംസും സിമിലർ സൈസസിലും സിമിലർ ഫീച്ചേഴ്സിലും തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. 4 ബെഡ്റൂംസിലും വാർഡ്രോബ്സും അറ്റാച്ച്ഡ് ബാത്റൂംസും 4 സീലിംഗ് വർക്ക്സും അവൈലബിൾ ആണ്. ആദ്യത്തെ ബെഡ്റൂമിൽ കണ്ടതുപോലെ തന്നെ ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ കാണുന്നത്. പൈപ്പ് ഫിറ്റിംഗ്സിനും മറ്റെല്ലാത്തരം സാനിറ്ററി ഫിക്ചേഴ്സിനും സെറയുടെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ എല്ലാത്തരം മോഡേൺ അമ്യൂണിറ്റീസും ബാത്റൂംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഈ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആ ഒരു മോഡേൺ മോഡുലർ ഓപ്പൺ കിച്ചൺ ആണ്. കാണാൻ കഴിയുന്നത് പോലെ സ്റ്റോറേജ് ഓപ്ഷൻസിനായി ധാരാളം ക്യാബിനറ്റ്സ് ഒക്കെ താഴെ മുകളിലുമായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. തികച്ചും അട്രാക്റ്റീവും സ്പേഷ്യസുമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് വർക്ക് ഏരിയയിലേക്കാണ്. കാണാൻ കഴിയുന്നത് പോലെ തികച്ചും സ്പേഷ്യസ് ആയി ഒരു എൽ ഷേപ്ഡ് കൗണ്ടർ സ്ലാബും സിങ്കും ധാരാളം സ്റ്റോറേജ് സ്പേസസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ബാക്ക് യാർഡ് ഏരിയയിലേക്കാണ്. ഇവിടെ തന്നെയാണ് നനകല്ലും വാഷിംഗ് ഏരിയയും LPG സിലിണ്ടേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്യാൻ കഴിയുന്ന പ്രൊവിഷൻസും കൊടുത്തിട്ടുള്ളത്. നല്ലൊരു വുഡൻ കളർ തീമിൽ പ്രീമിയം ലുക്കിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു അട്രാക്റ്റീവ് സ്റ്റെയർകേസ് ഏരിയയിലൂടെയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നത്. സീലിംഗിലും വോൾസിലുമായൊക്കെ പലതരത്തിലുള്ള ഇന്റീരിയർ വർക്ക്സ് ഒക്കെ കൊടുത്തുകൊണ്ട് തീർത്തും ബ്യൂട്ടിഫുൾ ആയി തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. ഈ ഒരു വോളും വേണമെങ്കിൽ ഒരു ഫോട്ടോ വാളാക്കി യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് കൂടെയാണ്. ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ വിശാലമായ ഒരു ലിവിംഗ് സ്പേസ് ഏരിയയിലേക്കാണ് എത്തിച്ചേരുന്നത്. വലിയ ഒരു സിറ്റിംഗ് ഏരിയ തന്നെ അറേഞ്ച് ചെയ്യുന്ന സ്പേസ് തന്നെ ഇവിടെ അവൈലബിൾ ആണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട ആ ഒരു സിമിലർ ഇന്റീരിയർ ഡിസൈനിങ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലാകുമ്പോൾ 2 ബെഡ്റൂംസും 2 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു സ്പേഷ്യസ് ആയ യൂട്ടിലിറ്റി സ്പേസ് വലിയൊരു ബാൽക്കണിയുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം. കാണാൻ കഴിയുന്നത് പോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട ആ ഒരു സിമിലർ സ്പേസും ഫീച്ചേഴ്സും എല്ലാം തന്നെ ഇവിടെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി വീടിന്റെ ജനറൽ ഡീറ്റെയിൽസിനെയും ലൊക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം പൊറ്റയിൽ എന്ന സ്ഥലത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ ബസ് റൂട്ട് തന്നെ വരുന്ന മെയിൻ റോഡിന് തൊട്ടടുത്തായി ഒരു 20-30 മീറ്റർ മാത്രം അകത്തേക്കാണ് ഈ വീടുള്ളത്. വീട് വരെയും 5 മീറ്റർ വീതിയുള്ള ടാർ റോഡ് തന്നെ അവൈലബിൾ ആണ്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും 9 കിലോമീറ്ററും ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്ററുമാണ് വീട് വരെയുള്ള ദൂരം. സ്കൂൾ, കോളേജസ്, ഹോസ്പിറ്റൽസ്, ഗ്രോസറീസ് എന്നിങ്ങനെ എല്ലാത്തരം അത്യാവശ്യ സേവനങ്ങളും വീടിന് തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആണ്. ഇതാണ് തൊട്ട് മുന്നേ പറഞ്ഞ ഫസ്റ്റ് ഫ്ലോറിലെ ആ ഒരു ഓപ്പൺ യൂട്ടിലിറ്റി സ്പേസ്. ഇവിടെ തന്നെയാണ് വാഷിംഗ് മെഷീൻ ഒക്കെ വയ്ക്കാൻ കഴിയുന്ന പ്രൊവിഷൻസ് കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ ഒരു വർക്ക്ഔട്ട് ഏരിയയ്ക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് ആണിത്. ഒരു റൂഫിംഗ് കൂടെ ചെയ്താൽ മറ്റെല്ലാ കാര്യത്തിനും അനുയോജ്യമായ ഒരു സ്പേസ് തന്നെ പറയാൻ കഴിയും. ഇനി വീടിന്റെ ഫ്രണ്ടിലേക്ക് വന്നാൽ ഫസ്റ്റ് ഫ്ലോറിലെ ആ ഒരു സ്പേഷ്യസ് ആയ ബാൽക്കണി സ്പേസ് ആണ് കാണുന്നത് പോലെ 2 സെക്ഷൻസ് ആയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് കവേർഡും ഒന്ന് ഓപ്പണുമായി. ഒരു ഈവനിംഗ് ടൈം ആവുമ്പോൾ ഒരു ചായക്ക് കുടിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് തന്നെയാണിത്. നല്ലൊരു നാച്ചുറൽ ഫ്രണ്ട്ലി ലൊക്കേഷനിൽ പീസ്ഫുൾ ആയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് ഈ വീട്.
5 സെന്റിൽ 2300 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ 4 ബെഡ്റൂംസും 4 അറ്റാച്ച്ഡ് ബാത്റൂംസും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീടിന്റെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്നത് 82 lakhs ആണ്. ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ തന്നെയാണ്. വീട് വാങ്ങുന്നതിനായി 80% വരെ ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് തന്നെ അറേഞ്ച് ചെയ്ത് തരാൻ കഴിയും. വീട് വിസിറ്റ് ചെയ്യുവാനും കൂടുതൽ ഡീറ്റെയിൽസിനുമായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.